ഷിരൂരിലെ രക്ഷാദൗത്യം തുടരുകയാണ്. ഇന്ന് ഗംഗാവാലി പുഴയിൽ ട്രക്കിനടുത്തേക്ക് എത്തുന്നതിനായുള്ള പരിശ്രമമാണ് ഡൈവേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഡൈവേഴ്സിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. NDRFിന്റെയും അതോടൊപ്പം നേവിയുടെയും ഈശ്വർ മാൽപേ ടീമിന്റെയും ഡൈവേഴ്സാണ് അവിടെ തുടരുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ഡിങ്കി ബോട്ടുകൾ ഇപ്പോൾ ബോയ വെച്ച് സ്ഥാപിച്ച അടയാളപ്പെടുത്തിയ കോൺടാക്ട് പോയിന്റ് 1 and 2 അത് രണ്ടിനും ഇടയിലുള്ള ഭാഗത്ത് അവർ നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ പരിശോധനകൾ നടത്തുന്നു. വിവരങ്ങളുമായി AK അഭിലാഷ് നമുക്കൊപ്പമുണ്ട്. AK അഭിലാഷ്, തടസ്സം ഏതൊക്കെ തടസ്സങ്ങൾ നീക്കണം? വാഹനത്തിന്റെ ഒരു പൊസിഷൻ എങ്ങനെയായിരിക്കും? അക്കാര്യങ്ങളെല്ലാം ക്രെയിൻ ഉച്ചയോടെ എത്തുന്നതിന് മുൻപായി പൂർത്തീകരിക്കുക. വേഗത്തിൽ അക്കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന പ്രവർത്തനങ്ങളിലാണോ ഇപ്പോൾ ടീമുകളെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും 5 ഡിങ്കി ബോട്ടുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കാരണം 2 നാവികസേനയുടെ ഡിങ്കി ബോട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ NDRFിൻ്റെ 3 ഡിങ്കി ബോട്ടുകളും. ഇതിലുള്ള ദൗത്യസംഘാംഗങ്ങളൊക്കെ ഈ പുഴയിൽ ഇപ്പോൾ ഈ സ്പോട്ട് കേന്ദ്രീകരിച്ച്, അതായത് കോൺടാക്ട് 1, 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്പോട്ട്, ഇന്നലെ കയർ കണ്ടെത്തിയിരിക്കുന്ന അതേ സ്പോട്ട് കേന്ദ്രീകരിച്ച് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ സമയമായി നാവികസേന അവിടെ നിലയുറപ്പിച്ചിട്ട് അതിലെ 2 ഡ്രൈവർമാർ പല സമയങ്ങളിലായി പുഴയിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ പോലും കൂടുതൽ സമയമൊന്നും അവിടെ ആഴത്തിലുള്ള തെരച്ചിലേക്ക് അവർ പോയില്ല. അതിനുശേഷമാണ് ഈശ്വർ മാൽപേയും സംഘവും ഇവിടേക്ക് എത്തുകയും പുഴയുടെ പല ഭാഗത്ത് മുങ്ങാതെ തന്നെ തെരച്ചിൽ നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തത്. ഇപ്പോഴും അവർ പുഴയുടെ താഴെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മുകൾ ഭാഗത്തേക്ക് തീരത്തോട് ചേർന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ ആ രീതിയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ, സാങ്കേതികമായുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തതയില്ല. ഏതായാലും നാവികസേന അംഗങ്ങളും NDRFിലെ അംഗങ്ങളും ഒക്കെ കൂടി അവർ പരസ്പരം ആശയവിനിമയം നടത്തുകയും അവിടേക്ക് ചൂണ്ടിക്കാണി ഏത് തരത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ ഒരു നിർദ്ദേശങ്ങളൊക്കെ പരസ്പരം വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പുഴയിലേക്ക് ഇറങ്ങുന്നതിനുള്ള തടസ്സം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് വ്യക്തതയില്ലാത്തത്. ഒരു പക്ഷേ ഈ പുഴയിലെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞെങ്കിൽ പോലും അവിടെ ഹൈ ഇൻറ്റൻസിറ്റി ടോർച്ച് അടക്കമുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ താഴെത്തട്ടിൽ പരിശോധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നായിരുന്നു നേരത്തെ മാൽപേയും അതോടൊപ്പം തന്നെ നാവികസേന ഉദ്യോഗസ്ഥരെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് തന്നെയാണോ ഇപ്പോൾ തടസ്സം സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും 12 മണിക്ക് ശേഷം മാത്രമായിരിക്കും ഇവിടെ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കാൻ കഴിയുക എന്നാണ് നേരത്തെ മനോഫ് പറഞ്ഞത്. നേരത്തെ 11 മണിയോട് കൂടി തന്നെ ക്രെയിൻ എത്തിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ എയർ കംപ്രസറും വാട്ടർ കംപ്രസർ അടക്കമുള്ള സംവിധാനങ്ങളും ഇവിടേക്ക് എത്തിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അത്തരം സംവിധാനങ്ങളും ഇപ്പോഴും എത്തിയിട്ടില്ല. ഒരു പക്ഷേ ഇത് ക്രെയിൻ എത്തിയതിന് ശേഷം മരങ്ങളൊക്കെ വലിച്ച് പുറത്തേക്ക് മാറ്റിയതിന് ശേഷം മതി എന്നുള്ള ഒരു നിലപാടിലായിരിക്കും അത്തരം സംവിധാനങ്ങൾ എത്തിക്കാത്തത്. ഏതായാലും ഇവിടെ റിവർ ബർത്ത് വലിയ തരത്തിൽ ഉയർന്നു നിൽക്കുന്നത്, ഏതാണ്ട് 15-17 മീറ്ററോളം ഉയർന്നു നിൽക്കുന്ന റിവർ ബർത്താണ്. ഇന്നലെ കാളി നദിയിലാണെങ്കിൽ ഏതാണ്ട് പുഴയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ 1-2 മീറ്റർ മാത്രം ഉയർന്നു നിൽക്കുന്ന റിവർ ബർത്തായിരുന്നു. അവിടെ അത്തരത്തിലൊരു രക്ഷാദൗത്യം നടത്തുമ്പോൾ അത് വളരെ സുഖമായി തന്നെ നടത്താൻ കഴിഞ്ഞു. അവിടെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വളരെ ഉയരത്തിലുള്ള റിവർ ബർത്താണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ തരത്തിലുള്ള ക്രെയിനുകൾ എത്തിച്ചാൽ പോലും അത് എത്രത്തോളം സുഗമമായി ഈ അടിയിലുള്ള മരത്തടികൾ എത്ര പെട്ടെന്ന് മുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള സംശയങ്ങളൊക്കെ നേരത്തെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ SP-യുമായൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാളി നദിയിലെയും അതോടൊപ്പം തന്നെ ഗംഗാവാലി പുഴയിലെയും സ്ഥിതിഗതികൾ വളരെ വ്യത്യസ്തമായ സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ അതും ഇതും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് നേരത്തെ SP പറഞ്ഞത്. അത് നമുക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ റിവർ ബർത്ത് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന്, സാങ്കേതികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളത് ഇവിടെ ക്രെയിൻ എത്തിച്ച് താഴോട്ട് ഇരുമ്പ് വടങ്ങൾ എത്തിച്ച് വലിച്ച് നോക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഏതായാലും ഇപ്പോൾ പുഴയുടെ ആഴങ്ങളിലേക്കുള്ള പരിശോധന ഒരു ഭാഗത്തു നിന്നും, ഒരു സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നാവികസേനയുടെ 2 സ്കൂബ അംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപേക്കൊപ്പമുള്ള 3 പേരുണ്ട്. അതോടൊപ്പം ഈ NDRFിൻ്റെ 2 സ്കൂബ അംഗങ്ങളുണ്ട്. അതായത് 7ഓളം സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ നിലവിലുണ്ടായിട്ട് പോലും കൂടുതൽ പരിശോധനയിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടാവുമോ എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. ഏതായാലും ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് കരുതാനും കഴിയുന്നത്. ഏതായാലും ആ ഒരു സംവിധാനം എത്തിക്കാൻ അല്പം കൂടി സാവകാശം അല്ലെങ്കിൽ സമയം വേണ്ടി വരും എന്നുള്ളത് ഈ തെരച്ചിലിനെ കുറച്ചുകൂടി പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സാധനം, ഈ ക്രെയിനുകൾ എത്തിച്ച് പുഴയിലുള്ള മരത്തടികൾ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ ദിവസം തെരച്ചിൽ അവസാനിപ്പിച്ച് ഇന്നലെ അവധി കൊടുക്കുമ്പോൾ പോലും പറഞ്ഞിരുന്നത്, ജില്ലാ ഭരണകൂടത്തിൻ്റെയും മാൽപേയുടെ ഒക്കെ ഭാഗത്ത് പറഞ്ഞിരുന്നത്, ഇതിന് രാവിലെ തന്നെ 8 മണിയോട് കൂടി തന്നെ എല്ലാ സംവിധാനങ്ങളും
ഒരുക്കുമെന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ അത്തരം സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിലൊന്ന് പ്രധാനമായും ഇന്നലെ കാളി നദിയിലെ ആ റെസ്ക്യൂമായി ബന്ധപ്പെട്ട് അവിടെ ഉപയോഗിച്ചിരുന്ന അതേ ക്രെയിനുകൾ തന്നെയാണ് ഇവിടേക്ക് എത്തിക്കേണ്ടത്. അവിടെ ഉപയോഗിച്ച സമയത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ അതിന് നേരിട്ടിരുന്നു. പക്ഷേ അത് പരിഹരിക്കുന്നതിന് കുറച്ചുകൂടി സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് 11 മണിയോടുകൂടി മാത്രമേ എത്തിക്കാൻ കഴിയൂ എന്ന് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 11 മണി കഴിഞ്ഞു, 12 മണിയോട് അടുക്കുന്ന സമയത്ത് പോലും അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് ഉച്ചയോടുകൂടി മാത്രമേ ഇത് എത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ ഇത് എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇപ്പോൾ ഈ പുഴയുടെ അടിത്തട്ടിലേക്കുള്ള ഒരു തെരച്ചിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ അതിനു വേണ്ടി മാത്രമാണോ ഇവർ ഇപ്പോൾ പുഴയിൽ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുക അല്ലെങ്കിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ്. ഒരു പ്രാഥമികമായുള്ള പരിശോധനകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ക്രെയിനുകൾ എത്തിച്ചാൽ ഏത് തരത്തിലായിരിക്കണം ഈ മരങ്ങൾ പുറത്തേക്ക് എത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയവിനിമയമായിരിക്കണം അവർ ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ നാവിക സംഘത്തിൻ്റെ അടുത്തേക്ക് നീന്തി ഈ പുഴയുടെ തീരത്ത് നിന്ന് നീന്തി അങ്ങോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങോട്ട് തന്നെയാണോ അതോ അതിൻ്റെ മുകൾ ഭാഗത്തേക്കാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഏതായാലും അത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആശയവിനിമയം അവരുടെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. താഴെത്തട്ടിലുള്ള പരിശോധന ഇപ്പോൾ സാധ്യമാകില്ല എന്ന് ഈശ്വർ മാൽപ്പെ നേരത്തെ ഈ നേവി അംഗങ്ങളോട് പറയുന്നത് നമുക്ക് കാണാമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പെ അങ്ങോട്ട് തന്നെ നീങ്ങുന്നു. ഏതായാലും നാവികസേനാംഗങ്ങളും NDRFും അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ഇതുവരെ സ്ഥാനം മാറിപ്പോയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ അവിടെ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനേതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടെങ്കിൽ പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്.